വചനം തിരുവചനം എന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള യാചനയെക്കുറിച്ചാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ തിന്മയിൽ നിന്ന് എന്ന വാക്ക് പൊതുവായ ഒന്നല്ല, പിന്നെയോ ദുഷ്ടൻ അഥവാ പിശാചിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മിക്കവാറും എല്ലാ ബൈബിൾ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ഇങ്ങനെയാണ്: ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതാരമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ വ്യക്തിയായിട്ടാണ് സൂചിപ്പിക്കുക. CCC 2850 ഖണ്ഡികയിൽ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ 2850. തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്: ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ വഴിയോ അവൻ്റെ പ്രലോഭനങ്ങൾ വഴിയോ പ്രചോദനം വഴിയോ ഉണ്ടാകുന്ന വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും ഭാവി കാലത്തെയും എന്നുവെച്ചാൽ ഇപ്പോഴത്തെയോ വരാനിരിക്കുന്നതോ കഴിഞ്ഞു പോയതോ ആയ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ആ വചനത്തെക്കുറിച്ച് CCC 2854 നമ്പറിൽ പറയുന്നുണ്ട്. ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ തിന്മയിൽ നിന്ന് രക്ഷിക്കാനുള്ള സംരക്ഷണ ഉപാധികളായിട്ട് ഈശോ പറയുക, അല്ലെങ്കിൽ പിശാചിൻ്റെ ആക്രമണം, ശല്യങ്ങൾ, ആവാസങ്ങൾ, ആധിപത്യങ്ങൾ, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങൾ എടുക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ഈ ആയുധങ്ങളായിട്ട് തരുന്നത് എഫെസൂസുകാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും, അത് ധരിക്കണം. നമ്മൾ ആയുധങ്ങൾ കയ്യിലെടുത്താൽ മാത്രം പോരാ, ധരിക്കണം. ആപാദചൂടം പടച്ചട്ട ധരിക്കണ പോലെ പട്ടാളക്കാരൻ, അപ്പോൾ വെടിയേക്കില്ല. ഇതുപോലെ ധരിക്കണം വചനം. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ തിന്മയുടെ ദിനം വരുന്നോ അപ്പോഴൊക്കെ ചെറുത്ത് നിൽക്കാൻ, എല്ലാ കർത്തവ്യങ്ങളും, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും, നന്മയിൽ വിശുദ്ധിയിൽ പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ ആയുധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഈ ആയുധങ്ങളില്ലാത്തവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇനിയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. തിന്മയിൽ ചെറുത്ത് നിൽക്കാൻ പറ്റാതെ ആത്മഹത്യക്ക് പോകും, നിരാശപ്പെടും. തിന്മയിൽ ചെറുത്ത് നിൽക്കണം. സത്യം, നീതി, വിശ്വാസം, 3 ആയുധം കയ്യിൽ വേണം. 3 പടച്ചട്ട കയ്യിൽ വേണം. സമാധാനത്തിൻ്റെ സുവിശേഷം വേണം. രക്ഷയുടെ പടത്തൊപ്പി വേണം. ദൈവവചനമാകുക എന്നീ ആയുധങ്ങൾ എല്ലായ്പ്പോഴും കയ്യിലുണ്ടായിരിക്കണം. യുദ്ധത്തിന് പോകുമ്പോൾ തോക്കും വെടിയുണ്ട് എപ്പോഴും കയ്യിലുണ്ടാവും. ഇതുപോലെ നമ്മൾ ഈ ലോകത്തിൽ എപ്പോഴും സമരത്തിലാണ്, തിന്മയായിട്ടുള്ള സമരത്തിൽ ജയിക്കാൻ. മറ്റൊന്ന് 3 സുഹൃതങ്ങളും കൂടി വേണം ഈ കൂട്ടത്തിൽ: എളിമ, ദൈവശരണം, അനുസരണം. എളിമയുള്ള ഒരു വ്യക്തിയെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പിശാചിനെ എടുക്കാൻ പറ്റാത്ത കാരണം എളിമയുടെ ഒരു അവതാരമായിരുന്നു പരിശുദ്ധ അമ്മ. എളിമ കൊണ്ട് നിറഞ്ഞതാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയിൽ വചനം മാംസം ധരിച്ചത്, അമ്മയിൽ ഈശോ പിറന്നത് എളിമ കൊണ്ട് നിറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം വിളിച്ചത് നന്മ നിറഞ്ഞവളെ. എളിമയുള്ളവരെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. നന്മ നിറയണമെങ്കിൽ എളിമ വേണം. ദൈവം അഹങ്കാരികളെന്ത് ചെയ്യും? എതിർക്കും.
എളിമയുള്ളവരെ ഉയർത്തും. അപ്പോൾ അഹങ്കാരികളെ എതിർത്തിട്ട് എളിമയുള്ളവരെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ആഴമായ എളിമയുള്ളവർക്ക് തിന്മയെ, പിശാചിനെ എപ്പോഴും തോൽപ്പിക്കാൻ പറ്റും. കാരണം എളിമയെന്ന പുണ്യത്തെയോ അതിൻ്റെ പ്രവർത്തനത്തെയോ പൂർണ്ണമായിട്ട് പിശാചിനെ അറിയില്ല. പിശാചിനെ അറിയാവുന്ന കാര്യം അഹങ്കാരം മാത്രം. അങ്ങനെയുള്ളവർ അവരുടെ അവൻ്റെ പിടിയിലാണ്. എളിമയുള്ളവരുടെ പരിസരത്ത് അവന് വരാൻ പറ്റില്ല. അപ്പോൾ എളിമയുള്ളവരിൽ നിന്ന് ഇത് അകന്ന് മാറി നടക്കും. അപ്പോൾ തിന്മയുടെ പ്രലോഭനത്തിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ, തിന്മയിൽ പെടാതിരിക്കാൻ ഒറ്റ കാര്യം ഉണ്ടായാൽ മതി, എളിമ. അവരിലെല്ലാം നന്മയും വിശുദ്ധിയും നിറഞ്ഞിരിക്കും. ദൈവത്തെ ശരണപ്പെടുന്നവരെ ഒരു പരത്തി വിട്ട് പീഡിപ്പിക്കില്ല. പീഡിപ്പിച്ചാൽ അവർ ജയിച്ചു നിൽക്കും തിന്മയിൽ നിന്നൊക്കെ. ഇതേക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ പറയുന്നുണ്ട്: തന്നിൽ തന്നെ ശരണപ്പെടുന്നവൻ അപജയം വരുത്തുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെല്ലാവർക്കും എല്ലാം സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് എളിമയുള്ള വ്യക്തിയാണ്, തിന്മ തൊടില്ല. അപ്പോൾ അവർക്കെല്ലാം സാധിക്കുക, എല്ലാ സാധ്യതകളും ദൈവം കൊടുക്കും. ദൈവത്തിൻ്റെ അനന്തശക്തി അവരിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് എന്ന് വരെ, എളിമയുള്ളവരിലേക്ക്. വീണ്ടും എളിമയുള്ള വ്യക്തികളിലേക്ക് ഈശോ ദൈവകൃപ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇവരിലൂടെയാണ് ഒഴുകുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ടാങ്കിലിട്ടിട്ട് ടാങ്കിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം പോകുന്നത് പോലെ ദൈവത്തിൽ നിന്ന് എളിമയുള്ളവരിലേക്ക് കൃപ ഒഴുക്കിയിടും. ഈ എളിമയുള്ള വ്യക്തികളിലൂടെ കൃപ ഭൂമിയിലേക്ക്, അതാത് സ്ഥലങ്ങളിലേക്ക്, അവരായിരിക്കുന്നിടത്തേക്കെല്ലാം ഒഴുക്കി കൊടുക്കും. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു ഫൗസ്തീന പുണ്യവതിയോട്, യേശുവിടെ കരുണയുടെ പടത്തിൻ്റെ പുറകെ, യേശുവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എളിമയുള്ള വ്യക്തികളെ എല്ലാ സമയവും ദൈവത്തിൽ, യേശുവിൽ ശരണപ്പെടും. അങ്ങനെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. നമ്മളുടെ കയ്യിലെല്ലാം ഉണ്ട് അല്ലേ? എല്ലാവരുടെയും കയ്യിലുണ്ട് കരുണയുടെ ഈശോയുടെ ഫോട്ടോ. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോയെ, യേശുവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ ശരണം എന്ന പുണ്യമുള്ളിടത്ത് യേശു സാന്നിധ്യം ഉണ്ടാവും. എൻ്റെ കരുണയിൽ നിന്നുള്ള കൃപകൾ അവർക്ക് ലഭിക്കും. അതൊരു വാഗ്ദാനം, ഈശോയുടെ വാഗ്ദാനമാണ്, കരുണയിൽ നിന്നുള്ള കൃപ ലഭിക്കുന്നത്. അപ്പോൾ ഇത് ശേഖരിക്കാൻ പറ്റുന്നത് ശരണമെന്ന പാത്രത്തിൽ മാത്രം. യേശോയുടെ കൃപ ശരണമെന്ന പാത്രത്തിലൂടെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കാം. ഫൗസ്തീന പുണ്യവതിയുടെ ഡയറി കുറിപ്പ് 1578 അത് കൃത്യമായിട്ട് വിശദാംശങ്ങളോടെ പറയുന്നുണ്ട്. നിങ്ങൾ സമയം പോലെ എടുത്ത് വായിക്കാം. ദൈവത്തെ ശരണപ്പെടുന്ന ഒരു വ്യക്തി ദൈവകരുണയിലും കൃപയും കൊണ്ട് പ്രകാശിതമായിരിക്കും. ഒരു ദണ്ട് പോലെയാണ്, ഒരു ടോർച്ച് പോലെയാണ് അവരെപ്പോഴും പ്രകാശിതമായിരിക്കും. എന്താ? കരുണയും ദൈവകൃപയും കൊണ്ട്. അപ്പോൾ ഈ പ്രകാശത്തിൽ പിശാചിന് നോക്കാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. ഈ പ്രകാശം വലിയ സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുമോ? സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. വലിയ ടോർച്ചിലേക്ക് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് ദൈവകൃപയും കരുണയും യേശുവിൽ നിന്ന് ചൊരിയുന്ന വ്യക്തികളെ പിശാചിങ്ങനെ നോക്കുമ്പോൾ അവൻ പേടിച്ചു പോകും. അവന് നോക്കാൻ പറ്റില്ല, കൈപ്പറ്റില്ല, കൈപ്പിടിയിൽ ഒതുങ്ങില്ല. മറ്റൊന്ന്, ദൈവത്തോടും വചനത്തോടും സഭയോടും അനുസരണം വേണം. ചെറുക്കൊരു ധാരണയുണ്ട്, ദൈവത്തോടും വചനത്തോടും മതി, സഭയോട് വേണ്ടെന്ന്. സഭയിലൂടെയാണ് നമ്മൾ ക്രൈസ്തവ മക്കളുടെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ദൈവവചനം നമുക്ക് കിട്ടുന്നത്, ദൈവത്തെ നമുക്കിടെ സഭയിലൂടെ. അതിനാണ് ഈശോ സഭ സ്ഥാപിച്ചത്. അപ്പോൾ സഭയുടെ മക്കളായി നിൽക്കുന്ന നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുന്നതിൽ സഭയിലൂടെയാണ് നമ്മുടെ വളർച്ച. ഒരമ്മയുടെ കൈ കിടന്നൊരു കുഞ്ഞ് വളരുന്നത് പോലെ സഭയുടെ മടിത്തട്ടി കിടന്ന് സഭയുടെ കൈ കിടന്നാണ് നമ്മൾ വളരുന്നത്. സഭയിലൂടെയാണ് കൂദാശകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമായ പോഷകമാണ് ഈ കൂദാശകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, കൃപ നിറയാൻ. അപ്പോൾ സഭ ഇല്ല എങ്കിൽ എനിക്കെൻ്റെ ജീവിതം ഇല്ല. ആ സഭയിലൂടെ എനിക്ക് കിട്ടുന്ന ചോരയും നീരും വളവും വെള്ളവും എല്ലാത്തിലൂടെയാണ് ഞാൻ യേശുവിനെക്കുറിച്ച് അറിയുക, യേശുവിൻ്റെ പഠനങ്ങൾ അറിയുക, യേശുവിലേക്ക് ഞാൻ വളരുക. യേശുവിൻ്റെ കൃപ ഇന്ന് ലഭിക്കുന്നത് സത്യത്തിൽ സഭയിലൂടെയാണ്, കൂദാശകളിലൂടെയാണ് പരികർമ്മം ചെയ്യപ്പെടുന്ന. അതുകൊണ്ട് നാം ദൈവത്തെ അനുസരിക്കണം, വചനത്തെ അനുസരിക്കണം. വചനം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ ജീവിക്കാൻ പറ്റുമോ? ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റും.
യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഈശോ ജീവിച്ചത്. മനസ്സില്ലാത്തവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ സുഖം തേടുന്നവർക്ക് പറ്റില്ല. അത് വചനമുള്ളതല്ല. സഭാ പഠനങ്ങളെ അനുസരിക്കണം എന്ന് പറയുന്നത്. കാരണം സഭ നമുക്കിന്നൊരു വലിയ സംരക്ഷണ കവച. പല തിന്മകളിൽ നിന്നും കുദാശകളിലൂടെയാണ് നമ്മെ പല പ്രലോഭനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെ ഒഴിവാക്കി ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്തുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്ന് തിരുരക്തം ഒഴുകുന്നത്. അഭിഷേക രക്തം എന്നെ പൊതിഞ്ഞു നിർത്തുക. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്നെ പടച്ചട്ട പോലെ തിരുരക്തത്താൽ പൊതിഞ്ഞു നിർത്തി ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. അതുകൊണ്ട് 1 പത്രോസ് 1:18-19 പറയുന്നു, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. വെള്ളി സ്വർണം കൊണ്ടല്ല വീണ്ടെടുക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയണം. ഇത് അറിയാത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റണേ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. വിടുതൽ വില. തിന്മയിൽ നിന്ന്, പ്രലോഭനത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് എന്നെ വിടുവിച്ചെടുത്ത വിടുതൽ വിലയാണ് ഈശോയുടെ തിരുരക്തം. ഇന്ന് കൂദാശ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയാണ് ഈ തിരുരക്താഭിഷേകം എന്നിലേക്ക് നിറയണേ. ഓരോ ദിവസത്തിന് ആവശ്യമായ പോഷകം. തിരുശരീരം എൻ്റെ ശരീരത്തിൻ്റെ കേടുപാടുകളെ മാറ്റാൻ, രോഗപീഠകൾ മാറ്റാൻ, തിന്മകളെ മാറ്റാൻ, ആസക്തികളെ അടക്കാൻ, അന്ധതയെ നീക്കം ചെയ്യാൻ, അടിച്ചമർത്തപ്പെടുന്നതിനെ സ്വതന്ത്രമാക്കാൻ ഈ അമൂല്യ രക്തം കുടിക്കണം. ഈ ഫ്രഷ് ബ്ലഡ് ഓരോ വിശുദ്ധ കുർബാനയിലും ഫ്രഷ് ബ്ലഡാണ്. ഇന്നലത്തെ അല്ല, ഇന്നലത്തെ ശരീരമല്ല ഇന്ന് മുറിക്കണേ. അതാത് ദിവസമാണ്. അപ്പോൾ ഒട്ടേറെ വ്യക്തികൾ ഇന്ന് നമ്മൾ നിലനിൽക്കുന്നെങ്കിൽ, ഈ ക്രൈസ്തവ വിളിയിൽ നിലനിൽക്കുന്നെങ്കിൽ, ഈ ജീവിതം ഇന്ന് ഇത്രയും കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ സഭയുടെ മടിത്തട്ടി കിടക്കുന്നത് കൊണ്ടാണ്. സഭയാണ് എന്നെ വളർത്തുന്നത്. യേശുവിൻ്റെ എല്ലാ കറയോ ചുളിവോ ഇല്ലാത്ത തിരുരക്തം എന്നിലേക്ക് ഒഴിച്ചിട്ട് എന്നിലേക്ക് കറയും ചുളിവും തിന്മയും പ്രലോഭനങ്ങളും എല്ലാ നാശനഷ്ടങ്ങളും കഴുകിക്കളയുക, അനുദിനം കഴുകിക്കളയുക. ഒരു ദിവസം മാമോദിസയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുദാശകളിലൂടെ തീർന്ന അല്ല, എല്ലാ ദിവസവും കഴുകിക്കളയുക. ഇതാ വിശുദ്ധ കുർബാനയുടെ ശക്തി, ഇതാ സഭയുടെ ശക്തി, ഇതാ സഭയുടെ മക്കളെന്നുള്ള അഭിമാനത്തിന് കാരണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാം, അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണ വചനത്തെ വലുതാക്കി വലുതാക്കി ഹൃദയത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ആ പുറത്ത് കൊണ്ടുവന്ന യേശുവാണ് മുറിക്കപ്പെട്ട് അപ്പമായി അവതാരം ചെയ്ത് തിരുരക്തമായി തിരുശരീരമായി എൻ്റെ ഉള്ളിൽ വന്ന. അപ്പോൾ അമ്മയ്ക്കറിയാം ഇതെങ്ങനെ പാകപ്പെടുത്തണം, എങ്ങനെ പരുവപ്പെടുത്തണം, തിന്മയിൽ നിന്ന് ഈ മകളെയും മകനെ രക്ഷിക്കാൻ എങ്ങനെയാണ് ഈ തിരുരക്തം പാകപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും പറയാം, അമ്മ ഈശോയുടെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണേ, എന്നെ ശുദ്ധീകരിക്കണേ. ഈശോയുടെ തിരുരക്തമേ എന്നെ ശുദ്ധീകരിക്കണേ, എന്നെ ശക്തീകരിക്കണേ. രണ്ട് കാര്യം ഒപ്പം നടക്കുന്നുണ്ട് തമ്മിൽ. ആത്മശരീര വിശുദ്ധീകരണം തിരുരക്തത്തിലൂടെ നടക്കുന്നു, അതോടൊപ്പം ആത്മശരീര ശക്തീകരണം ഒപ്പം നടക്കുന്നു. വിശുദ്ധ കുർബാന അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടൊപ്പം എന്നിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടത്തരാ. സഭയിലൂടെയാണ്. സഭയെ അനുസരിക്കണം, സഭയെ സ്നേഹിക്കണം, സഭയുടെ മക്കളാണെന്ന് അഭിമാനിക്കണം. ചെറുക്ക നാണക്കടാ സഭയിലായിരിക്കുന്നതിനെക്കുറിച്ച്, പറയുന്നതിനെക്കുറിച്ച്. ഇങ്ങനെ പാടാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം എന്നിൽ നിറയട്ടെ. എപ്പോഴും പാടണം ഇത്. കാരണം തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മളെ പൊതിഞ്ഞ് നിർത്തി, മാറ്റി നിർത്തി നന്മയിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ യേശുവിൻ്റെ നാമം, യേശു നാമം വിളിക്കുന്നിടത്ത് പിശാചോടും. കഴിഞ്ഞ ദിവസം ഞാൻ പണ്ട് തുടങ്ങി എൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു മകൻ, ഒരാവശ്യത്തിന് വേണ്ടി ഞാനും അവനും തമ്മിൽ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചയ്ക്ക് മുന്നേ കണ്ടുമുട്ടാടെ. അപ്പോൾ അവൻ പങ്കുവെച്ചൊരനുഭവമാണ്. അവനൊരു ദിവസം അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുൻപിൽ
കാറിൽ ചില്ല് തുറന്നിട്ടിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലുന്നു. രാത്രി 12 മണിക്ക് ശേഷം. അപ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ ജോലിയുടെ ഭാഗം നൈറ്റ് ഡ്യൂട്ടിയാണ്. ജോലിയുടെ ഭാഗമായിട്ട് 2-3 കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കെട്ടിടങ്ങളും കാണത്തക്ക വിധത്തിൽ മുറ്റത്ത് അവൻ കാറിൻ്റെ ചില്ല് തുറന്നിട്ടിട്ടിരുന്നു. അപ്പോൾ ഇവൻ പറയുകയാണ് 12 മണിക്ക് ശേഷമാണ്. ഇവനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മയങ്ങിപ്പോയി. മയങ്ങിയപ്പോൾ ഒരു വലിയ ആൾരൂപത്തിൽ ഇവൻ്റെ അടുത്തേക്ക് അങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് ചില്ല് തുറന്നിട്ടിരിക്കുന്നിടത്ത് ഇവനെ കയറി പിടിക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് ഒറ്റ വിളി വിളിച്ചു. ഇവൻ പറയണ ഞാൻ അറിയാതെ വിളിച്ചതാണെന്ന്. ഒറ്റ വിളി വിളിച്ചുള്ളൂ. പക്ഷേ ഈ ആൾരൂപം അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ അവൻ പറയാണ് യേശു നാമത്തിൻ്റെ ശക്തി. കാര്യം പറഞ്ഞിട്ടൊക്കെ ഉണ്ട് സിസ്റ്ററെ, കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് അതൊരു പിശാചാർന്നു. പക്ഷേ എനിക്ക് യേശുവേന്ന് ഒറ്റ വിളി എൻ്റെ നാവിൽ ഞാനറിയാതെ വന്നത് ഈ ശക്തി എന്നെ കയറി പിടിച്ചില്ല. പിടിക്കാതെ തന്നെ അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ കണ്ണുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. യേശുനാമത്തിൻ്റെ ശക്തി നമ്മൾ വ്യക്തിപരമായിട്ട് അറിയണം. ഞാനൊരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആശുപത്രി രംഗത്ത് ആയിരുന്നിട്ട് ഞാൻ അസുഖമായി കിടക്കുമ്പോൾ ഒരച്ഛൻ്റെ അടുത്ത് ഞാൻ കുമ്പസാരിക്കാൻ ചെന്നു ഒരു ദിവസം. അപ്പോൾ ഈ അച്ഛൻ ഒത്തിരി കൃപയുള്ളതാണ്. എനിക്കൊരു പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, അന്യനാട്ടിലാണ്. ഒരു ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുമ്പസാരിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഞാൻ പാവങ്ങളെല്ലാം പറഞ്ഞ് പ്രായശ്ചിത്തം തന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, മോളെ പ്രായം ചെന്നൊരച്ഛനാണ്, മോളൊരു പേപ്പർ എടുത്തിട്ട് പേന എടുക്കണം, എന്നിട്ട് യേശുവേ 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 എന്നിങ്ങനെ നിറച്ചെഴുതാൻ പറഞ്ഞു. ഞാൻ അന്നോടങ്ങി കുമ്പസാരക്കുട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായി പേപ്പറും പേനയും എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി, യേശുവേ യേശുവേ യേശുവേ. അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും അച്ഛൻ പറഞ്ഞു തന്നില്ല. പക്ഷെ ഞാനത് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കുറേ എഴുതി കഴിഞ്ഞപ്പോൾ വന്നു, ഞാൻ യേശുവേ യേശുവേ എന്ന് ഈ പേപ്പറിൽ എത്രമാത്രം എഴുതുന്നോ അത്രമാത്രം എൻ്റെ മനസ്സിൽ ആ നാമം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വിളിപ്പിക്കണം. ചിലർക്ക് വലിയ ഭയമുള്ള മക്കളുണ്ട്, എന്നോട് പറയാറുണ്ട്, പേടിയാണ്, എല്ലാം പേടിയാണ്. യേശുവിൻ്റെ നാമം വിളിക്കണം. ഇതുപോലെ കുറേ പേപ്പറിൽ എഴുതണം യേശുവേ 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 എന്ന്. യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നെ മരിയ നാമം, മറിയം. ഇത് കേട്ടാ സാത്താൻ തിന്മ ഓടും, തിന്മയ്ക്ക് അടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ തിരുരക്തത്തോടൊപ്പം യേശുനാമത്തോടൊപ്പം മരിയ നാമവും തിന്മയിൽ നിന്ന് നമ്മളെ, അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ. തുടർച്ചയായി നിങ്ങൾ ചൊല്ലി നോക്കിക്കേ, നന്മയും പരിശുദ്ധിയും തമ്മിൽ നിറയും, തിന്മ വിട്ടുപോകും. ഹേൽ മേരി, ഹോളി മേരി, ഹേൽ മേരി, ഹോളി മേരി. യാത്രയിലും ഭക്ഷണത്തിനും ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വചനം. ഹേൽ മേരി അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ. നന്മയും പരിശുദ്ധിയും ഒപ്പം നിറയും, തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകും. മറ്റൊരു തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ, തിന്മയുടെ സ്വാധീനം കുറയാൻ ദാനധർമ്മ പ്രവൃത്തി. പ്രഭാഷകൻ്റെ പുസ്തകം 3:30, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരം. അപ്പോൾ കഴിഞ്ഞു പോയ തിന്മകൾ, പാപങ്ങൾക്കൊരു പരിഹാരമാണ് ദാനധർമ്മം. കാരുണ്യ പ്രവൃത്തി 14 തിന്മയിൽ നിന്ന് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരും. ആത്മാവിന് വേണ്ടിയുള്ള 7 കാര്യങ്ങൾ, ശരീരത്തിന് വേണ്ടിയുള്ള 7 കാര്യങ്ങൾ. ഈ 14 കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ 14 ജീവിച്ചാൽ മതി. അത് തിരുവചന പൂർത്തീകരണമാണ് കാരുണ്യ പ്രവൃത്തി 14. ഇത് ജീവിക്കുമ്പോഴും തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇനി സൽപ്രവർത്തികൾ, അത് കൂടാതെയുള്ള സൽപ്രവർത്തികൾ. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത് കാരുണ്യ പ്രവൃത്തിപ്പെട്ടത് തന്നെയാണ്, പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നന്മകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറച്ച് വെക്കുമ്പോൾ നമ്മിലുള്ള തിന്മകൾ ഓരോന്നോരോന്ന് പുറത്തു പോകാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരുന്നത്. പിന്നെ പിശാചിന് ഇടമില്ലാത്ത വിധം ഹൃദയം നന്മയാൽ നിറയും, ഫുൾ ഓഫ് ഗ്രേസ്. മറിയത്തെ നോക്കിയിട്ട് പറഞ്ഞു ഫുൾ ഓഫ് ഗ്രേസ്, ദൈവം പറഞ്ഞു. അപ്പോൾ സാത്താന് ഹൃദയമില്ലാത്തതുകൊണ്ട്, ബുദ്ധിയുണ്ട്,
കർമ്മബുദ്ധിയിൽ അവൻ വേണ്ടാത്തത് വേണ്ടതൊക്കെ ചിന്തിച്ചിട്ട് തിന്മ പ്രവർത്തിപ്പിക്കും. പക്ഷേ സാത്താനില്ലാത്തത് ഹൃദയമാണ്. നന്മ പ്രവർത്തി നിറയുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് പാപങ്ങളെ അവഗണിക്കപ്പെട്ടിട്ട്, പാപം അവഗണിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് സൽപ്രവർത്തികളുണ്ട്, നന്മ പ്രവർത്തികളുണ്ട്, കാരുണ്യ പ്രവർത്തികളുണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണം. സാവകാശം കാരുണ്യ പ്രവർത്തിയിലൂടെ നന്മയിൽ തിരിച്ചു വരാം. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായി ഒരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഇരട്ടി മോഹൻ്റെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇരട്ടി വനത്തിലിട്ട് കഴുത്ത് വെട്ടി, വയറെല്ലാം വെട്ടി തുറന്ന്, കാല് വെട്ടി ഇങ്ങനെ ഇട്ടിട്ട് മോർച്ചറിയുടെ വാതൊക്കെ കൊണ്ടുപോയിട്ട് 16 കുപ്പി ബ്ലഡ് ഈശോ കയറ്റിയിട്ട് ജീവൻ കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ അവൻ്റെ ദൈവങ്ങളൊക്കെ ഒരു മുറിയിലിരുന്നിട്ട് ജീവൻ കൊടുക്കില്ലെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു മുറിയിൽ നിന്നിട്ട് പറഞ്ഞു ജീവൻ കൊടുക്കണമെന്ന്. അപ്പോൾ ഇവൻ്റെ ദൈവങ്ങളെല്ലാം ചോദിച്ചു എന്താണ് കാരണം ജീവൻ കൊടുക്കാൻ. അവസാനം ഇവരുടെ വാദപ്രതിവാദത്തിൽ ചെറുപ്പക്കാരൻ ജയിച്ചു. ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഈശോ ആയിരുന്നു. അന്ന് മോഹൻ അറിയില്ലായിരുന്നു, പിന്നീട് അറിഞ്ഞു. ഇവരുടെ ദൈവങ്ങൾ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും കൂടി വാദപ്രതിവാദത്തിൽ ചെറുപ്പക്കാരൻ ജയിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് ജീവൻ തിരിച്ചു കൊടുക്കണത് മരിച്ച ആൾക്ക്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, അവൻ കള്ള് ഷാപ്പിലായിരുന്നു ജോലി. പക്ഷേ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പോക്കറ്റിലുള്ളതൊക്കെ യാചകർ ചോദിച്ചാൽ ഈ പാവപ്പെട്ടവർക്ക് പോക്കറ്റിൽ നിന്നുള്ളതെല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒറ്റൊരു കാരണം ഇതാണ്, അവനുള്ളതെല്ലാം അവൻ ദാനം ചെയ്യുമായിരുന്നു. അപ്പം ദാനധർമ്മം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവരും, പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് ദാനധർമ്മം ചെയ്യാൻ മടിക്കണ്ട. ദാനധർമ്മം പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് എന്നോടൊപ്പം തന്നെ ദാനധർമ്മം കൊണ്ട് നമുക്ക് തിന്മയെ ജയിക്കാനുള്ള കൃപ ദൈവം തരും. പിന്നെ ശരീരത്തിൻ്റെ പ്രവണതകളെ കീഴടക്കി ജീവിക്കണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് എങ്ങനെയാണ്? ഉപവാസത്തിൻ്റെ മൂല്യം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിൽ മാത്രമല്ല, ചില പാപശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് കൂടിയാണെന്ന്. എങ്കിൽ സൽപ്രവൃത്തികൾ വഴി നീ അത് തെളിയിക്കണം, നിൻ്റെ വിശുദ്ധ ജീവിതം, നന്മ ജീവിതം. അതുകൊണ്ട് ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയോട് കരുണ കാണിക്കാനാണ് തിരുവചനം മുഴുവൻ പറയുക, വിശുദ്ധർ പറയുക. കൂട്ടുകാരൻ, സഹോദരൻ, സഹോദരി, അയൽവാസി, അവരോടെല്ലാം കരുണ കാണിക്കാൻ. കർത്താവിൻ്റെ കരുണ ഈ ഭൂമിയിൽ ഇന്ന് എന്നിലൂടെ, നമ്മിലൂടെ കരുണയുടെ ജപമാല 1000 ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ചെല്ലണം നല്ലത്. കരുണ കാണിക്കാനുള്ള പ്രവൃത്തിയിലേക്ക് എത്താൻ ഈ കരുണയുടെ ജപമാലയോ കരുണയുടെ നൊവേനയോ കരുണയുടെ ലുത്തിനിയോ നമുക്ക് ഉപകരിക്കുമെങ്കിൽ നല്ല കാര്യം. ഇനി ഈ കരുണയുടെ പ്രവൃത്തിയിലേക്ക് നമ്മൾ എത്തുന്നില്ല, ഈ പ്രാർത്ഥന മാത്രമായി നിൽക്കുന്നെങ്കിൽ അതൊരു അതര വ്യായാമം, അതര സേവ. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കാതെ തിന്മയെ തന്നെ തിന്നുള്ളൂ. തിന്മ മാറി നന്മ വേണമെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. ചില പിള്ളേരോട് ഞങ്ങൾ ഉന്നത ശമ്പളം മേടിക്കുന്ന മക്കളാണ്. മക്കളെ ദാനധർമ്മം ചെയ്യാറുണ്ടോ? ദശാംശം മാറ്റി വയ്ക്കാറുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടോ? അതെന്താ? അറിയില്ല. എന്താ പിള്ളേർക്ക് പലർക്കും അറിയില്ല. ചിലരൊക്കെ നന്നായി കൃത്യമായി പഴയ നിയമത്തിൻ്റെ 10 ചെയ്യുന്നവരുണ്ട്. പുതിയ നിയമം പകുതിയാണ് പഠിപ്പിക്കുന്നത്. 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അതാരും ചെയ്യില്ല. പക്ഷേ 10 ചെയ്ത് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന മക്കൾ ഇന്ന് ഒത്തിരി പേരുണ്ട്. ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ പൈശാചിക ശക്തിയുടെ പ്രതീകത്തെ ദാവീദ് എന്ന് പറയുന്ന ബാലൻ കീഴടക്കിയത് സഞ്ചിയിൽ ഒളിപ്പിച്ച് വെച്ച ഏതാനും കല്ലുകൊണ്ടാണ്. ഹൃദയത്തിൽ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഏതാനും വചനങ്ങൾ കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും നമ്മുടെ നേരെ വരുന്ന തിന്മയുടെ ശക്തിയെ എറിഞ്ഞ് കീഴ്പ്പെടുത്താൻ ദൈവവചനമാകുന്ന കല്ലുകൾ, കാരുണ്യപ്രവർത്തികളാകുന്ന കല്ലുകൾ ഒളിപ്പിച്ച് വെക്കണം. ജീവിതത്തിലുണ്ടാകണം, നിറവുണ്ടാകണം, അങ്ങനൊരു സഞ്ചി ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. 1 യോഹന്നാൻ 3:8. പിശാച് എന്നിലും നമ്മിലും ലോകത്തുമുള്ള അവൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കപ്പെടാൻ, തിന്മയുടെ പ്രവർത്തികളെ നശിപ്പിക്കപ്പെടാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് കൂദാശകൾ കൂടാതെ, സൽപ്രവർത്തികൾ കൂടാതെ ഒരു വിജയം വരിക്കുന്ന അല്ലെങ്കിൽ നന്മയിലേക്ക് വരുന്ന ഒന്നും നമ്മൾ സ്വപ്നം കാണണ്ട. അതൊക്കെ വൃദ്ധാവില.
ഇതൊക്കെ പ്രാവർത്തികമാക്കണം. ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് ഈ പ്രവൃത്തികൾ നശിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജനനം, ജീവിതം ഈ തിന്മയുടെ ശക്തികളെ നശിപ്പിച്ചിട്ട് നന്മയുടെ ശക്തികൾ വളർത്താനാണ്. കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കൂദാശകൾ. ഇതിന് കുർബാന, ഇതിന് കുമ്പസാരം. ചിലർ ചോദിക്കുന്നതാണ്, പ്രിയപ്പെട്ടവരെ, കുമ്പസാരം വേണം, കൂദാശയും വേണം, എല്ലാ വിശുദ്ധ കർമ്മങ്ങളും നമുക്ക് ആവശ്യമാണ്. പിന്നെ വിശുദ്ധ ജലം, ഹന്നം വെള്ളം, ഇടയ്ക്കിടയ്ക്കൊക്കെ തൊട്ട് കുരിശ് വരയ്ക്കണം. നമ്മൾ തന്നെ തിന്മയുടെ ശക്തിയിൽ നമ്മളെ ബന്ധിച്ച് കുരിശ് അടയാളം വരയ്ക്കണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ നമ്മിലുള്ള തിന്മയുടെ ശക്തികളെ നമ്മൾ ബന്ധിക്കണം. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് കുരിശ് വരയ്ക്കൽ. ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണേ കുരിശ് വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ കുരിശ് വരയ്ക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മിലുള്ള തിന്മയുടെ ശക്തികൾ പുറത്തു പോകും. അത് സംരക്ഷണ മുദ്രയാണ്, സംരക്ഷണ കവചമാണ് വിശുദ്ധ കുരിശ് വരയ്ക്കൽ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ, എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലും. ഓടി ആശുപത്രിക്കൊന്നും പോകാറില്ല. അത്യാവശ്യം വയറുവേദനയോ തലവേദനയൊക്കെ വന്നാൽ ഇങ്ങനെ ചെയ്താണ് മാറ്റിയിരുന്നത്. കാരണം വിശ്വാസത്തിൻ്റെ ആഴമോ. അപ്പം അതുകൊണ്ട് കൂദാശകളുടെ സ്വീകരണം വഴിയും സൽപ്രവർത്തികൾ വഴിയും യേശുനാമത്തിൻ്റെ ശക്തി വഴിയും ദൈവവചനമാകുന്ന ഒളിച്ചു വയ്ക്കുന്ന കല്ലുകൾ വഴി കാരുണ്യ പ്രവർത്തികൾ വഴി നമുക്ക് എല്ലാ വിധത്തിലുള്ള തിന്മകളെ നേരിട്ട് ദൈവത്തിൻ്റെ രാജ്യവും ശക്തിയും മഹത്വവും ഇവിടെ വരാൻ അനുദിനം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ പരിശ്രമിക്കാം. എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം എന്ന ആശംസകളോടെ, പ്രാർത്ഥനകളോടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.